നമസ്കാരം. അമ്മേ നാരായണ ശംഖുലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണുള്ളത്. ചോറ്റാനിക്കര കീഴ്ക്കാവ് ദേവി ക്ഷേത്രത്തിൽ നടന്ന ഒരു ഭക്തൻ്റെ അനുഗ്രഹത്തിൻ്റെ കഥയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. അനുഗ്രഹവരദായികയും അമൃതവർഷിണിയുമായ ചോറ്റാനിക്കരമ്മ അനുഗ്രഹിച്ച നിരവധി അനുഗ്രഹ കഥകൾ ഈ ക്ഷേത്രത്തിൽ വരുന്നവർ പങ്കുവയ്ക്കാറുണ്ട്. അത്തരത്തിലൊരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. മാനസിക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുടെ അവസാനത്തെ ആശ്രയമായ കീഴ്ക്കാവിൽ ദേവീക്ഷേത്രത്തിൽ നടന്ന മറ്റൊരു അത്ഭുതമാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, മാനസിക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, ഉപദ്രവത്താൽ ബുദ്ധിമുട്ടുന്നവർ, സ്വഭാവ ദൂഷ്യത്താൽ വിഷമം അനുഭവിക്കുന്നവർ, അങ്ങനെ തുടങ്ങി നിരവധി ആളുകളാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തി തങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അമ്മയോട് പ്രാർത്ഥിച്ച് ഇവിടുന്ന് നേടിയിട്ട് തിരിച്ചു പോകുന്നത്. ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമൃതവർഷിണിയാണ്. മാതൃസ്നേഹത്തിൻ്റെ അവസാനത്തെ വാക്കാണ് ചോറ്റാനിക്കര ഭഗവതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത നിറഞ്ഞ ഈ ക്ഷേത്രത്തിൽ മറ്റൊരു അത്ഭുതം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. കീഴ്ക്കാവിൽ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രമാകാൻ സാധിച്ചത് തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു ദമ്പതികൾക്കാണ്. ഇന്ന് രാവിലെ നമ്മൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ അവരെ അനുഭവം നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ഉണ്ടായത്. സന്താനങ്ങളില്ലാതെ വളരെ നാളുകളായിട്ട് വിഷമത്തിൽ കഴിയുകയായിരുന്നു അവർ. അങ്ങനെയാണ് അവർ ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞതും ഇവിടെ ദർശനത്തിനെത്തിയതും. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണിങ്ങനെ തൊട്ടിൽ വഴിപാടിനെക്കുറിച്ച് അറിയാൻ സാധിച്ചതും. അങ്ങനെയാണ് അവരിവിടെ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയിൽ മനമലിഞ്ഞ് അനുഗ്രഹദായകിയായ അമൃതവർഷിണിയായ ചോറ്റാനിക്കരയമ്മ അവരെ അനുഗ്രഹിച്ചു. 3 മാസത്തിന് ശേഷം ഒരു അച്ഛനും അമ്മയും ആകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് അവരെ തേടിയെത്തുന്നത്. അതിനുശേഷം 2 കുട്ടികളെയാണ് ചോറ്റാനിക്കരയമ്മ അവർക്ക് നൽകിയ. ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അമ്മ അതിന് പരിഹാരം ഉണ്ടാക്കി തരും എന്നുള്ളതിനുള്ള മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇവരുടെ അനുഭവം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് 30 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു കൊടുത്ത ചോറ്റാനിക്കരമ്മ എന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലും ഒരുപാട് പേര് തങ്ങളുടെ അനുഭവങ്ങൾ ഇങ്ങനെ കമൻറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാം പറയാനുള്ളത് എന്തെങ്കിലും ഒരു അനുഭവം ചോറ്റാനിക്കരമ്മ നൽകിയത് പറയാനില്ലാത്ത ആരും ഈ ക്ഷേത്രത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. நாங்கள் தமிழ்நாடு திருச்சியிலேருந்து இங்கே வேண்டுதலுக்கு வந்தோம். தொட்டில் கட்டி சாமிக்கு வேண்டுறதுக்கு ஒரு 3 years பேக் வந்தோம். வாங்கி வேண்டுதல் பண்ணி தொட்டில் கட்டி ஒரு 3 மாதத்துலேயே எங்களுக்கு பேபி ஃபார்ம் ஆயிடுச்சு. ட்வின்ஸு, பெண் ஒன்று ஆண் ஒன்று. അപ്പോൾ അത് വേണ്ടുதல் നിറവേറ്റத்துக்காக திருப்பி വന്നിരിക്കും. അങ്ങനെ അമ്മയുടെ മുമ്പിൽ നടത്തുന്ന ഏത് വഴിപാടിനും ഫലം കാണും എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇവരുടെ അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഗ്രഹം ലഭിച്ചതിന് ശേഷം ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് അവർ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് കാലത്ത് വരികയുണ്ടായി. അവർ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ ഭാഗമാണത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 30 വർഷമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം ലഭിച്ച ആ ഒരു അമ്മയുടെ കഥ. ആ മകളുടെ വിവാഹം ക്ഷണിക്കാൻ വരെ അവർ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വരികയുണ്ടായി. അങ്ങനെ നമ്മൾക്ക് അമ്മ തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ അമ്മയോട് നന്ദി ഉള്ളവരായിരിക്കുക എന്നത് ഏറ്റവും വലിയ പ്രധാനമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അമ്മയുടെ കഥകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് ദയവായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിൽ നിന്നുമുള്ള യൂട്യൂബ് ചാനലാണിത്. പുതിയ കഥകളുമായി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.